മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യാറിന്റെ തിരുനാള് ആഘോഷിക്കുകയാണ്. ഈ കൊല്ലത്തെ തിരുനാളിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. 10 വർഷം കൂടുമ്പോഴാണ്, 2014 അവിടെ കബറിടം ആദ്യത്തിൻ്റെ ശരീരം തുറന്നു വെച്ചിട്ട് നമുക്ക് വണങ്ങാനായിട്ടുള്ള ഒരവസരമുണ്ട്. ഈ വർഷവും അതുപോലെ വണങ്ങാനായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിവിടെ വായിച്ച വചനഭാഗമുണ്ട്. അതിലെ ശിഷ്യന്മാരുടെ ഈശോ നൽകുന്ന സന്ദേശമുണ്ട്. അത് കൃത്യമായിട്ട് ജീവിതത്തിലെ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യാർ. ഈശോയോട് പറയുകയാണ്, ഗ്രാമപ്രദേശം ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈശോ 2 പേരെ വീതം അയക്കാൻ തുടങ്ങിയത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഒറ്റയ്ക്കല്ല അയച്ചത്, 2 പേരെ വീതമാണ് അയച്ചത്. നമ്മൾ ചിന്തിച്ചിട്ടൊന്നും അറിയില്ല. ഈശോ സ്ത്രീഹന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം തിരഞ്ഞെടുത്ത ആരെയാ? 2 പേരെ വെച്ചിട്ടെടുത്തത്. പത്രോസും യോഹന്നാനും യാക്കോബും. അങ്ങനെ 2 പേരായിട്ടാണ് ആദ്യം ഈശോ സ്ലീഹന്മാരെ തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ബർണാബാസും പൗലോസും എടുത്തത് അതിൽ 2 പേരെ വെച്ചിട്ടാണ്. അതിന്റെ കാരണമുണ്ട്. സഭാപ്രസംഗൻ 4-ാം അധ്യായം 9 മുതൽ 12 ഒരു വാക്യത്തിലെ ആ 15-ാം വാക്യത്തിലെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരാൾ കൂടിയും വേണമെന്ന് നിർബന്ധം. അത് യഹൂദ പാരമ്പര്യമാണ്. ഈശോ എപ്പോഴും പാരമ്പര്യങ്ങളിലെ കൃത്യമായിട്ട് അനുഷ്ഠിച്ച് ആ കാര്യങ്ങൾക്ക് നോക്കി അത് മാറ്റം വരുത്താതെ നോക്കി നടക്കുന്ന വ്യക്തിയാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു കർമ്മത്തിന് പറഞ്ഞയക്കുമ്പോൾ 2 പേര് എപ്പോഴും ഉണ്ടാകണമെന്ന് അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ടാണ് ഈശോ സ്ത്രീകന്മാരെ പറഞ്ഞയച്ചപ്പോൾ 2 പേരെ വീതം അയക്കുവാനായിട്ട് തുടങ്ങി. എന്നെ ഈശോ പറഞ്ഞത്, അശുദ്ധാത്മാക്കളെ മേലെ അവർക്ക് അധികാരം കൊടുത്തു അവൻ കൽപ്പിച്ചു. അശുദ്ധാത്മാക്കളുടെ മേലെ അധികാരം കൊടുത്തിട്ട്, പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുത്തിട്ട് അവൻ പറഞ്ഞ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. സ്ലീഹന്മാർക്ക് വർത്തിക്കേണ്ട നിർദ്ദേശങ്ങൾ. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ 3 കാര്യങ്ങൾ പറയാണ്. അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും. ഇവിടെ വടി സൂചിപ്പിക്കുന്നത് സംരക്ഷണം നല്ലതാണ്. യാത്രയ്ക്ക് എന്ന് ഈശോ സൂചിപ്പിക്കുമ്പോൾ അതിനെ ഗ്രീക്ക് പദത്തിലെ ഹെഡോസ് എന്ന വാക്കിന്റെ അർത്ഥമാണ്. ആ ഹെഡോസ് എന്ന വാക്കിന് ഗ്രീക്കില് വഴി എന്ന് അർത്ഥമുണ്ട്. വഴി. അപ്പൊ യാത്രയ്ക്ക് എന്ന് ഈശോയോട് പറയുമ്പോൾ അത് ഗ്രീക്കിലേക്ക് ഹെഡോസ് എന്ന വാചകമാണ്. ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ വഴി എന്നുകൂടിയും അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം ഈശോ യാത്രയ്ക്ക് വഴിയല്ലാതെ യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് ശിഷ്യത്തിലേക്കുള്ള വഴി എന്നുകൂടി വേണമെങ്കിൽ നമുക്കിവിടെ ദൈവശാസ്ത്രന്മാരെ വളരെ വ്യക്തമായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പോകുന്ന യാത്രയല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ട വഴി, ആ യാത്രയാണ് വഴി എന്ന് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ വഴി. ഈശോ തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നും. അപ്പൊ ഈശോ പറഞ്ഞ നിർദ്ദേശമാണ്, 1 അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. അപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ എത്ര ദിവസത്തെ അപ്പം കരുതാൻ പറ്റും? 1 ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ, അതിനെ കൂടുതൽ നമുക്ക് കരുതാനായിട്ട് സാധിക്കുകയില്ല. ഈ അപ്പം ഇന്നത്തെ ആവശ്യത്തിന് മാത്രം
ഉപകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇന്ന് കാലത്ത് യാത്ര പുറപ്പാടാണെങ്കിൽ ഇന്ന് അപ്പം കൊണ്ടുപോകാം. അപ്പൊ ഇന്നത്തെ ആവശ്യത്തിന് മാത്രമേ എനിക്ക് അപ്പം കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നാളത്തേക്ക് അപ്പം കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് എന്ത് വേണം? സഞ്ചി വേണം. അപ്പൊ അപ്പം കൊണ്ടുപോകാൻ പാടില്ല, സഞ്ചി കൊണ്ടുപോകാൻ പാടില്ല, അരപ്പട്ടയിലെ പണമോ കൊണ്ടുപോകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? നമ്മളിപ്പോ യാത്രക്ക് പോവുകയാണെങ്കിലേ, നമ്മള് സുരക്ഷിതരാണെങ്കിലേ, സേഫ് സോണിലാണെങ്കിലേ, നിങ്ങൾ പ്രാർത്ഥിക്കോ ഇല്ലേ? എപ്പോഴാ കൂടുതൽ പ്രാർത്ഥിക്കുക? നമ്മുടെ യാത്ര കൃത്യസമയത്ത് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മള് വേറെ വർത്താനം പറഞ്ഞിരിക്കും. നേരെ മറിച്ച് ഒരു പ്രതിസന്ധിയാണ്, പ്രതികൂല സാഹചര്യമാണെങ്കിൽ പ്രാർത്ഥിക്കും. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? മൊബൈല് വന്നത്. ഇപ്പൊ മാരേജ് ആണെങ്കിൽ മോള് യാത്രക്ക് പോവാണ്. ഉടനെ മാരേജ് ബസ് കിട്ടിയാ? ആ കിട്ടി. കുറച്ച് കഴിയുമ്പോ ബസ്സിൽ ആൾക്കാരുണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല, എനിക്ക് ആ സീറ്റ് കിട്ടി. ബസ് വഴിക്ക് നിർത്തിയോ? ഭക്ഷണം കഴിച്ചോ? ഓക്കെ. ഒരു 30 വർഷം മുമ്പ് ആണെങ്കിലേ എങ്ങനെയായിരിക്കും? മൊബൈലില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ പോകുന്ന വഴിക്ക് മുഴുവനും ഈശോയെ മാതാവേ എന്റെ മോളെ നോക്കണേ. ബസ്സില് എന്താന്ന് അറിയില്ല, സീറ്റ് കിട്ടിണ്ടാവോ, ബസ് നല്ല ഡ്രൈവറാണാവോ, ആൾക്കാരുണ്ടാവോ, ഈശോയെ നോക്കണേ. ആ ലക്ഷ്യസ്ഥാനം എത്തണ വരെ പ്രാർത്ഥനയാ. ഇത് ബസ് കിട്ടിയാ കിട്ടി, കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാ ചോദിക്കുള്ളോ. ഇതിനിടയ്ക്ക് അമ്മ ബസ് മിസ്സായി. അപ്പൊ എന്തായിരിക്കണം പ്രാർത്ഥന തീഷ്ണത? കാരണം ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മള് എന്ത് നഷ്ടപ്പെടുന്നറിയോ? ദൈവത്തിലെ ആശ്രയബോധം നഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ ആശ്രയിക്കുന്ന മൊബൈലിലാ. ഇനി വിളിച്ചിടയ്ക്ക് മൊബൈല് കിട്ടത്തില്ല, റേഞ്ച് പോയി, നിങ്ങളുടെ പ്രാർത്ഥന കൂടും ഇല്ലേ? കൂടും. ആ ദൈവാശ്രയ ബോധം. നമ്മൾ മറ്റത് മൊബൈലിൽ ആശ്രയിച്ച ഇങ്ങനെയാ പോണത്. മറ്റത് നേരെ കർത്താവിനെ വിളിക്കും, മാതാവിനെ വിളിക്കും, ബാക്കി എല്ലാ വിശ്വാത്മാക്കളെ വിളിക്കും. ആ വ്യത്യാസമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങള് വടി മാത്രം എടുത്താൽ മതി, അപ്പവും വേണ്ട, സഞ്ചിയും വേണ്ട, അരപ്പട്ടയിലെ പണവും വേണ്ട. വടി എന്ന് പറയുന്നത് ഈ മലമ്പ്രദേശത്ത് യാത്രയിലെ താങ്ങിനും സംരക്ഷണത്തിനുമായിട്ട് വടി പ്രയോജനപ്പെടുത്തും. ഈശോ ഇത് പറയുമ്പോൾ അവിടെയൊക്കെ മലമ്പ്രദേശത്താണ്, ഒത്തിരി ആട്ടിടയന്മാരാണ്. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് വടി. എല്ലാ ആട്ടിടയന്മാരുടെ കയ്യിലും വടിയുണ്ടാവും. വടി കുത്തിപ്പിടിച്ച് നടക്കാൻ, വടി കുത്താനും എളുപ്പമുണ്ട്, കയറാനും എളുപ്പമുണ്ട്, വല്ല ഇതുണ്ടെങ്കിൽ തട്ടി മാറ്റാനും എളുപ്പമുണ്ട്, പുല്ലൊക്കെ മാറ്റി മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പൊ വടി സംരക്ഷണം താങ്ങിനും ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ വടി മാത്രം ഉപയോഗിച്ചാൽ മതി. മാത്രമല്ല, പഴയ നിയമത്തിലെ വടി അധികാരത്തിന്റെയും ശക്തിയുടെയും അടയാളമാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ അവരെന്ത് പിടിക്കണേ? വടി. അധികാരത്തിന്റെയും ശക്തിയുടെയും അഭിഷേകത്തിന്റെയും സൂചനയാണ് ഈ വടി എന്നുള്ളത്. അത് മോശയ്ക്ക് വടി കൊടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഫറവെടുത്ത് പോയതും കല്ലിന്മേലെ പാറമേലെ വടി കൊണ്ട് അടിച്ചിട്ടാണ് വെള്ളം വരുത്തിയതും. മോശ ചെങ്കടലിന് മുന്നിൽ വടി നീക്കിയപ്പോഴാണ് രണ്ടായി മാറിയത്. അപ്പൊ വടി അധികാരത്തിന്റെയും ശക്തിയുടെയും അടയാളമാണ്.
അപ്പൊ ഈശോയുടെ അധികാരവും ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് വടി മാത്രം എടുത്താൽ മതി. നമുക്കെല്ലാവർക്കും മാമോദീസായിലൂടെ, സൈർ ലേപനത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും നമുക്കൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം, ആ വടിയുടെ അഭിഷേകം, അധികാരത്തിന്റെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാതെ നമ്മൾ ഈ അപ്പത്തിലും സഞ്ചിയിലും അരപ്പട്ടയിലും ഒക്കെ കണ്ടു നോക്കിയിരിക്കുമ്പോൾ ഒത്തിരി പരാജയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാണ് ഈശോ വളരെ വ്യക്തമായിട്ടും ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. സഞ്ചി നമ്മളെപ്പോഴും നാളത്തേക്കുള്ള കരുതലിനായിട്ടുള്ള പ്രതീകമായിട്ടാണ് ദൈവശാസ്ത്രന്മാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. പണസഞ്ചിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പണ്ട് കാലത്ത് വീതിയുള്ളൊരു അരപ്പട്ടയുണ്ട്. പേഴ്സ് ഉണ്ടാവില്ല, അതിന് പകരം വീതിയുള്ള അരപ്പട്ട. പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെ ഈ എന്താ പറയുക, ഇപ്പം അത് കാണാനില്ല. ഇപ്പം ഇടയ്ക്ക് മുസ്ലിംസിൻ്റെ വലിയ വീതിയുള്ള അരപ്പട്ട ഉണ്ടാവും. ഈ അരപ്പട്ടയിലാണ് ഇത് പൈസ തിരികെ വെക്കുക. അതാണ് ഈശോ പറയുന്നത്, അപ്പം സഞ്ചിയും അരപ്പട്ടയും ഒന്നും നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക. പലപ്പോഴും നമ്മള് ഭൗതികമായ കാര്യങ്ങളിലാണ് ആശ്രയിക്കുന്നത്. അവിടെ പരാജയപ്പെടും. ഭർത്താവിൽ ആശ്രയിക്കും, ഭാര്യയിൽ ആശ്രയിക്കും, മക്കളിൽ ആശ്രയിക്കും, ഒരു കാര്യമില്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ്. ആ കർത്താവിലുള്ള ആശ്രയബോധം വരുമ്പോഴാണ് നമുക്ക് അഭിഷേകവും ശക്തിയും വടിയും ഒക്കെ. ആ വടിയുടെ പ്രതീകം അതാണ് കർത്താവ് വളരെ വ്യക്തമായിട്ടും സൂചിപ്പിക്കുന്നത്, വടിയെടുക്കാനായിട്ട്. ഇനി കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ സ്ഥലത്ത് ചെന്നാല് അവിടെ വിട്ടു പോകുന്നവരെ ഒരു വീട്ടിൽ മാത്രം താമസിക്കുകയും. അതിന്റെ അർത്ഥം എന്താ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം അത്. എൻ്റെ കാര്യമാട്ടാ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. നമ്മളിപ്പോ ധ്യാനിപ്പിക്കാൻ പോവാ ഒരു സ്ഥലത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരു ആള്, രണ്ടാളൊക്കെ ഉണ്ടാവുള്ളൂ. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ യാത്രയാക്കാനായിട്ട് എന്തൊരു ആൾക്കാരാന്നറിയോ. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് പോരാ. അപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ഉദാഹരണം, അപ്പൊ അച്ഛാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നോ? അപ്പൊ സൗകര്യം കൂടി. കർത്താവ് വളരെ വ്യക്തമായ ശിഷ്യന്മാർക്കുള്ള നിർദ്ദേശം കൊടുക്കുക. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ഒത്തിരി സുഖസൗകര്യങ്ങൾ കൂടുമ്പോൾ നമുക്കറിയാം അത് ദൈവാശ്രയബോധം നഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ ധ്യാനിപ്പിക്കാനായിട്ട് ചാൾസേട്ടോടെ ഉണ്ട്. ചാൾസേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ വടക്കഞ്ചേരി പോയി തിരിച്ചു വരുമ്പോൾ ജിബിച്ചെന്ന് പറഞ്ഞു, അച്ഛാ ഇപ്പം എനിക്കറിയാം, ചാൾസേട്ടോടെ ഉണ്ട്, അച്ഛാ എയർ കുറവുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം എയർ കുറവുണ്ട്. ഞാൻ അത് അതിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ടയറിലെ ആണി കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞവരൊക്കെ. അപ്പോൾ ഞാൻ പതുക്കെ, കർത്താവേ നിനക്കറിയാലോ, വണ്ടി എനിക്ക് ഓടിക്കുമ്പോൾ അറിയാമോ സൈഡ് ടയർ പോകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ഈ ആണി കയറിയില്ല, ഞാൻ പ്രാർത്ഥിക്കുമോ? ഇല്ല. അപ്പം എനിക്കറിയാം ആണി കയറിയിട്ടുണ്ടെന്ന്. ഞാൻ കാലത്ത് വന്ന് ആണി എടുത്ത് കളഞ്ഞ്. അപ്പം ഇവർ പറയുന്നത്, അച്ഛാ വണ്ടി ഒരു സൈഡിലേക്ക് പോകണ്ടല്ലോ, ജിബച്ചൻ്റെ ഭാഗത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ ജിബച്ചന് കൃത്യമായിട്ട് അറിയാനുണ്ട്. ഞാൻ പിറ്റേ ദിവസം ചെന്ന് പറഞ്ഞു, ജിബച്ചൻ പറഞ്ഞു ശരിയാണ്, ആണി കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ പറയാണ്ടാന്ന് പറഞ്ഞു. ഞാൻ സമയത്ത് ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്നു. അതച്ഛൻ അച്ഛനൊന്നും മിണ്ടാണ്ട് ഇരിക്കുന്നത് അതായിരുന്നു അല്ലേ. അച്ഛൻ്റെ മുഖത്ത് ഞങ്ങൾക്ക് തോന്നി ഒന്നും. ഞാനിരുന്ന് പ്രാർത്ഥിച്ചോടി, കർത്താവേ ഇതെങ്ങനെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം, കാരണം എയർ പോകുന്ന രാത്രി ആയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ വയൽ കടന്ന പ്രശ്നം, നല്ല മഴയുണ്ടായിരുന്നു ദിവസങ്ങളിൽ. അപ്പൊ
നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ പ്രാർത്ഥന കുറയും. പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ശരിക്കും പ്രതിസന്ധി നമുക്ക് ഉണ്ടാകണം. ഞാൻ പറയാം, പ്രതിസന്ധിയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ സ്ഥലത്ത് കയറി അവിടെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നാം വേറെ സ്ഥലത്തേക്ക് മാറാനായിട്ട്. സൗകര്യങ്ങള് കൂടുന്തോറും നമ്മുടെ പ്രാർത്ഥന തീഷ്ണത കുറയും. നിങ്ങള് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കഷ്ടപ്പാട് കഴിച്ചു വന്നതാണെങ്കിൽ ഇപ്പോ ആ കഷ്ടപ്പാട് സമയത്തുള്ള പ്രാർത്ഥനയാണോ, കഷ്ടപ്പാട് മാറിയപ്പോഴുള്ള പ്രാർത്ഥനയ്ക്കാണ് തീക്ഷ്ണത കൂടുതൽ? മേരേജിക്ക് പ്രാർത്ഥന കുറവപ്പോ. കാരണം മേരേജിയുടെ ബുദ്ധിമുട്ട്, പണ്ട് കാലത്ത് കഷ്ടപ്പാട് കഴിച്ച പ്രാർത്ഥനയൊന്നും ഇപ്പോ സുഖമായി കഴിഞ്ഞപ്പോ കുറഞ്ഞിട്ടുണ്ടോ? അന്നൊക്കെ ഇവിടുന്ന് ഒരു തീ വരുന്നുണ്ടോ? തീ. ആ ബുദ്ധിമുട്ടുള്ള സമയത്തുള്ള പ്രാർത്ഥന അതൊരു ഒന്നൊന്നര പ്രാർത്ഥനയാ. ഞാൻ അന്ന് എല്ലാ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. ഞാൻ 2019 16 ഞാൻ ജോസഫത്തും കൂടിയിട്ട് VNL സിസ്റ്ററിനെ ധ്യാനം കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചുകൂടെ പോന്നു. ഞാൻ നേരെ ഓസ്ട്രിയയിൽ പോയിട്ട് തിരിച്ച് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് പൊന്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറക്കി. ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞപ്പോൾ പൈലറ്റ് പറയാണ് അനൗൺസ്മെന്റ്, നമ്മൾ ഡേഞ്ചർ സോണിലാണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഞാനൊക്കെ അപ്പം തന്നെ ഓപ്പറേഷനൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ട ഗതികളെ ആലോചിച്ചു. അവിടെ ഇരുന്ന് ഉരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് അന്നത്തോടുകൂടി വിസ കഴിയും, പിറ്റേ ദിവസം നിൽക്കാൻ പറ്റില്ല. ഫ്ലൈറ്റ് പൊന്തി എഞ്ചിൻ തകരാറായി അതേ സ്പീഡിൽ ഇറക്കി എന്നുള്ളതാ. അത് ഒരു അരമണിക്കൂർ പൊന്തി പോയിരുന്നെങ്കിൽ ആ ഫ്ലൈറ്റിൽ എല്ലാവരും പോയേനെ. ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞപ്പോൾ തന്നെ പൈലറ്റിന് മനസ്സിലായി. ഉടനെ അനൗൺസ്മെന്റ് ചെയ്തു, ഫ്ലൈറ്റ് പൊന്തിയിട്ട് ഇറക്കാൻ പോവാൻ, തിരിച്ചപ്പോൾ തന്നെ ലാൻഡ് ചെയ്യാൻ പോവാണ്, എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നൊരൊക്കെ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഞങ്ങളോട് എല്ലാവരും ഇറക്കി. അത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് ഇല്ല. ബാക്കി എല്ലാവരെയും അവിടെ ഹോട്ടലിൽ താമസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിന്ന് വിസ തീരും, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അപ്പം എനിക്ക് വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് എന്നെ ഇവിടെ. അപ്പം ആ സമയത്ത് പ്രാർത്ഥനയുള്ളൂ, കർത്താവേ. ശരിക്കും ദൈവം ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവില്ല. അപ്പം ദൈവാശ്രയ ബോധം നമുക്ക് പ്രതിസന്ധി വരുമ്പോഴാണ് ദൈവാശ്രയ ബോധം കൂടാ. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, നമ്മുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടാവും. ആണ് ഈശോ പറഞ്ഞത്, ആ വീട്ടിൽ താമസിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ബന്ധങ്ങൾ വരും, അങ്ങോട്ട് മാറാനൊന്നും പോകണ്ട, അവിടെ തന്നെ നിൽക്കാം. എങ്ങനെ പോയോ അങ്ങനെ തിരിച്ചു വരാം. മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലേ അവിടുന്ന് പോരുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായിട്ട് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവി. എന്തർത്ഥാക്കണേ? നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവി. എന്താ ഈശോ അർത്ഥാക്കണേ? നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തില് നിന്ദകളോ അവമാനങ്ങളോ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? എന്നാലും അവര് എന്നോട് നിന്റെ ഹൃദയത്തിലേക്ക് ഒരു പൊടിയും കയറാൻ പാടില്ല. കാൽമ പോലും ഹൃദയത്തിനല്ല, കാൽമ പോലും പറ്റി പിടിക്കാൻ പാടില്ല എന്നാ കർത്താവ് പറയണേ. അവിടത്തുള്ള കാര്യം അവിടെ അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരാ. ഒരു വെറുപ്പിന്റെ ഒരു അംശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിലേക്ക് ശിഷ്യന്മാർക്കുണ്ടാകുന്ന പല നിന്ദകളും പല അവമാനങ്ങളും പല വിമർശനങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷേ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി അവരുടെ വെറുപ്പ് തോന്നരുത്. കൃത്യമായിട്ട് ഈശോ പറയുക, ശുശ്രൂഷകർക്ക് ഉണ്ടാകുന്ന ഒരൊറ്റ വലിയ ഗുണത
പ്രതിക്താനുഭവം പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു പക്ഷേ സൗകര്യങ്ങൾ ഉണ്ടായിന്ന് വരില്ല. നമ്മൾ വിചാരിച്ച പോലെ അവർ നമ്മളെ ഗവനിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ നമുക്ക് തരേണ്ട ബഹുമാനം തന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ചില കുത്തുവാക്കുകൾ നമ്മൾ വേദനിപ്പിക്കായിരിക്കും. പക്ഷേ അതൊന്നും നിന്റെ കാലിൻ്റെ അടിയിൽ പൊടി പോലും ഉണ്ടാവരുത് പറഞ്ഞ, ഹൃദയത്തിലല്ല, കാലിൻ്റെ അടിയിൽ പോലും. കാലിൻ്റെ അടി എന്ന് പറഞ്ഞാല് കാലിന്റെ പാദം കഴുകി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയോ? ബാക്കിയെല്ലാം ശുദ്ധിയായെന്നാ. അതുകൊണ്ടാണ് ഈശോ കാൽപാദം മുഴുവൻ കഴുകിയത്. അപ്പൊ അതുകൊണ്ട് ഈശോ പറയ കാലിന് കടിപ്പൊട്ടി തട്ടിക്കളഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയം വിശുദ്ധീകരിച്ച് നീ അഭിഷേകത്തിൽ വളർന്നു. അപ്പൊ 4-5 കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ഇതൊക്കെ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. അദ്ദേഹം മുക്കുവരടയിലൊക്കെ പോയി സഞ്ചരിക്കുക. ഈ ഗോവയിൽ വന്നിറങ്ങി ഗോവയിലൊക്കെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അങ്ങൊരു സാധാരണമായ ഒരു ജീവിതം, ബൈബിള്, ഒരു ക്രൂശ് രൂപം, അവരുടെ സഭയുടെ നിയമാവലി, ഈ 3 പിന്നെ ഒരു സഞ്ചി മാത്രമേ ഫ്രാൻസിസ് സേവിയറിന്റെ കയ്യിലുള്ളൂ. 2 ജോഡിയുടെ രസം. ഇവിടെ ഉടുപ്പ്, 2 ഉടുപ്പ് നിങ്ങൾ കൊണ്ടെടുക്കരുത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈശോ. തണുപ്പ് വരുമ്പോൾ അവിടെ മേലങ്കി ആയിട്ട് നമ്മൾ ആ മേലങ്കി ഇങ്ങനെ പുറത്തുനിന്ന് ഈ കാപ്പ പോലെ സാധനം, അതാണ് മേലങ്കി എന്ന് പറയുന്നത്. അത് നമ്മൾ ഇത് ആദ്യത്തെ ഉടുപ്പ്, 2ാമത്തെ ഉടുപ്പ് ഇതാണ്. അത് തണുപ്പിൽ നിന്ന് അതിജീവിക്കാനായിട്ട് നമുക്ക് ഒത്തിരി സംരക്ഷണം കിട്ടാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് യാത്രയ്ക്ക് പോകുമ്പോൾ. അപ്പൊ അതുപോലും നിങ്ങൾ കരുതരുത്. കാരണം നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ആ അവസ്ഥയിലെ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവാശ്രയ ബോധം ഉണ്ടാകുന്നതാണ് ഈ വചന ഭാഗത്ത് ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനാണ്. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിരിക്കട്ടെ. ഫ്രാൻസിസിന്റെ നാമധാരികളായിട്ടുള്ളവർക്ക് ഇന്ന്, ഫ്രാൻസിസ് സേവിയറിന്റെ നാമധാരികളായിട്ടുള്ളവർക്ക് ഇന്ന് നാമതിരുന്നാണ്ട് എല്ലാവിധ ആശംസകൾ നൽകുന്ന ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.